ഹലോ ഫ്രണ്ട്സ്, 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും തിയേറ്ററുകളിലെത്തിയ വല്യേട്ടനെ കേരള ബോക്സ് ഓഫീസിനെ ചലിപ്പിക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും മറക്കരുത്. 2000-ലാണ് വല്യേട്ടന്റെ ആദ്യം റിലീസ് ചെയ്യുന്നത്. ഇപ്പോൾ 24 വർഷങ്ങൾക്ക് ശേഷം പുതിയ സാങ്കേതിക വിദ്യയിൽ വീണ്ടും റിലീസ് ചെയ്യുമ്പോൾ റിലീസിൽ മികച്ച കളക്ഷനാണ് മലയാള സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത്. എന്നാൽ ആദ്യ ദിനം പിന്നിടുമ്പോൾ എത്ര നേടിയെന്ന് നമുക്ക് നോക്കാം. വിവിധ ട്രേഡ് അനലിസ്റ്റുകൾ പ്രകാരം വല്യേട്ടൻ 25 ലക്ഷം രൂപയാണ് ആദ്യ ദിനം നേടിയതെന്നാണ് അറിയാൻ കഴിയുന്നത്. റിലീസ് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴാണ്. ആദ്യ ദിനം ചിത്രം 27 ലക്ഷം രൂപയായിരുന്നു നേടിയത്. ചിത്രത്തിന് ക്വാളിറ്റിയിൽ ചില അപാകതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ കളക്ഷനും പിന്നീട് കുറയാനിടയുണ്ടായി. എന്നാൽ വല്യേട്ടൻ മികച്ച ക്വാളിറ്റിയിലാണ് തിയേറ്ററുകളിൽ എത്തിയത്. മികച്ച അഭിപ്രായവും ചിത്രം നേടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിനങ്ങളിൽ ഇതിൽ കൂടുതൽ കളക്ഷൻ നേടാൻ സാധ്യതയുമുണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയകളിൽ മമ്മൂട്ടി ആരാധകരും മറ്റ് സിനിമാ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളുമൊക്കെ പങ്കിടുമ്പോൾ ഈ ഒരു സംഖ്യ ചിത്രം നേടിയാൽ പോരാ, ഇതിനു മുകളിൽ കളക്ഷൻ വരേണ്ടതായിരുന്നു. വരും ദിവസങ്ങളിൽ ചിത്രം കൂടുതൽ കളക്ഷൻ നേടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.